ഇതൊരു കൊറിയൻ ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്. ഇതിലാണെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മരിച്ചു പോയതെന്നുള്ളത് അവനറിയാൻ പറ്റും. ഈ പവർ കാരണം അവന് പല കേസുകളും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാരൊക്കെ സീക്രട്ടായിട്ട് ഇവൻ്റെ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. ഈ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അവൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ മോർച്ചറി വന്നിട്ട് ആ ഡെഡ് ബോഡിയുടെ കയ്യിൽ തൊട്ട് എന്തോ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും അവന് വിഷ്വൽസൊക്കെ വരുന്നുണ്ട്. ഇവർ മരിച്ചത് എങ്ങനെയാണെന്ന്. ഒരാൾ അവരെ തലക്കടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആ കൊന്ന ആളുടെ രൂപവും അവൻ്റെ കൺമുമ്പിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒട്ടും വയ്യാത്തൊരവസ്ഥ വരെയാണ്. അവൻ്റെ പവർ അവൻ ഓവറായിട്ട് ഉപയോഗിച്ചത് കാരണം അവൻ്റെ ബോഡി നന്നായിട്ട് വീക്കാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് പവർ യൂസ് ചെയ്ത് കാരണം അവന് തലകറക്കം പോലെ വരെയും അവൻ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയുള്ളവരും ഇവൻ തല ഇറങ്ങി വീഴുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയി അവനെ വിളിക്കുന്നുണ്ട്. ഇവരെത്ര വിളിച്ചിട്ടും അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. ആ നടന്ന വിഷ്വൽസ് അവനിങ്ങനെ മെമ്മറൈസ് ചെയ്യുന്തോറും അവൻ്റെ ബോഡി തീരെ വീക്കായിട്ട് വന്നിട്ടാണ് അവൻ ഫെയിൻ്റായിട്ട് വീണത്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അവൻ എപ്പോഴൊക്കെ അവൻ്റെ പവർ യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ അവൻ ഇതുപോലെ വീക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ അധികം പഴയതുപോലെ ഇപ്പോൾ അവൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ബോഡി വളരെയധികം വീക്കാവുകയും അവന് വയ്യാതൊക്കെ ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മാക്സിമം അതൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.